മണ്ണുത്തി വഴി പാലക്കാടിന് പോകുമ്പോൾ ചുവന്നമണ്ണ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലെ ഒരു പാലം റോഡിന് കുറുകെ കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ പാലത്തിന്റെ മുകളിൽ എന്ന് നോക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ ഇതിലെ പോകുമ്പോൾ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് എന്തായിരിക്കും ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നത്, അല്ലെ എന്തായിരിക്കും ഇതിന്റെ സെറ്റപ്പ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ പണ്ട് കാലത്ത് ഒരു റെയിൽപാത ഉണ്ട് എന്ന് പറഞ്ഞ പരിചയക്കാരൻ എനിക്കുണ്ട്. അപ്പൊ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റും എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതിലെ പോയപ്പോഴേ കുറച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ മുകളിൽ നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ മുകളിലൊക്കെ ആൾക്കാർക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും. അപ്പൊ ഞാനത് ഗവൺമെന്റിന്റെ സംവിധാനം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പെർമിഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കയറാനായിട്ടൊന്ന് വന്നേക്കുവാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ ഷെഡ് കണ്ടിട്ടുണ്ട്, യൂണിയൻകാരുടെ ഷെഡാണ്. ഇതിന്റെ സൈഡിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വരാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഇതിലെ പോയ ഒരു ചേട്ടനോട് ഇതിന്റെ മുകളിൽ എങ്ങനെയാണ് കയറുക എന്ന വഴി ചോദിച്ചപ്പോൾ പുള്ളി എനിക്കിത് ഈ സൈഡിലെ ഈ പാറ ഇത് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇതിലെ കയറി പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കയറി പോകാന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ആണ്. പക്ഷെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇതിന്റെ സൈഡിലൂടെ ചവിട്ടി, അപ്പൊ ചെറുതായിട്ട് വെള്ളമൊക്കെ മഴ പെയ്ത് വെള്ളമൊക്കെ ആയിട്ട് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തെന്നുവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ തപ്പിപ്പിടിച്ച് പൊത്തിപ്പിടിച്ചിട്ട് ഇതിക്കടെ കയറി ഇതിന്റെ സൈഡിൽ കട ഇതുപോലെ ഒരു ചെറിയ നമുക്ക് നടന്നു പോവാം, ചെറിയൊരു വഴി പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് മുൻപേ രണ്ടുപേര് ഇതിലെ പോയിട്ടുണ്ട്. അപ്പൊ ഞാനും അവരുടെ പുറകെ ഇതിന്റെ സൈഡ് പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ മുകളിലോട്ട് കയറുമ്പോൾ ഈ തിണ്ടയിലോട്ട് കയറാനായിട്ട് ഇത്തിരി ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇത്തിരി തിണ്ടയിലോട്ട് ചാടി കയറാൻ നേരെ അപ്പുറത്ത് ഇത് കനാലാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തെ കനാലിലോട്ട് നമ്മൾ വീണു പോകും. അപ്പോൾ സുനിലാപ്പി സഹായത്തിന് വന്നിട്ടുണ്ട്. സുനിലാപ്പി ഞാൻ വിളിച്ചു, സുനിലാപ്പി കൈ പിടിച്ച് കയറ്റാനായിട്ട് വന്നേക്കുവാണ്. അങ്ങനെ സുനിലാപ്പിയുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ ഈ പാലത്തിന്റെ മുകളിൽ കയറിയേക്കാണ്. ഒറ്റയ്ക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷെ എനിക്കൊരു സംശയം, നമ്മളൊന്ന് ആഞ്ഞു കഴിയുമ്പോൾ ഈ ആയിൽ കൂടി പോയാൽ നേരെ ഓപ്പോസിറ്റാ പോവാ. അങ്ങനെ ഒരുപാട് വർഷത്തെ ചിന്തകൾക്കുള്ള ഉത്തരം ഇന്ന് കിട്ടിയേക്കുവാണ്. ഇതൊരു കനാലാണ്, പീച്ചി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന കനാലാണ്. അപ്പൊ ഇപ്പൊ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ തിണ്ടത്തൂടെ നടക്കുവാണ്. അപ്പൊ വലത്തെ സൈഡിൽ നല്ല ആഴമുണ്ട് കേട്ടോ. അറിയാതെങ്ങാനും കാലൊന്ന് തെന്നിയ കിളി പോവും. വെള്ളവും കെട്ടി കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ സൈഡിൽ കൂടെ വീഴാതെ അപ്പുറത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. ശരിക്കും ഇപ്പൊ കയറി വന്ന വഴിയല്ല കയറി വരേണ്ടത് കേട്ടോ. നല്ല സൂപ്പർ വഴി അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പൊ നമ്മൾ വഴി തെറ്റി കയറി വന്നത് കൊണ്ട് ഈ ഒരു കനാല് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കത്തില്ലായിരുന്നു. നമുക്ക് വഴി പറഞ്ഞു തന്ന മഹാൻ ശരിക്കുള്ള വഴിയല്ല പറഞ്ഞു തന്നെ. അതിലേയും കയറി പോകാം. അതിനേക്കാൾ നല്ല സൂപ്പർ വഴി ഇപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിലെ ആൾക്കാർ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതും ഈ പാലത്തിന് മുകളിൽ കൂടെയാണ്. കാരണം ഈ റോഡിന് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഇതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനത്തെ ഒരു ചേട്ടനാണ് നമുക്ക് തലയ്ക്ക് നടക്കുന്നത്. ആ ചുവന്ന ഷർട്ടിട്ട ചേട്ടനെ കണ്ട ആ ചേട്ടൻ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാണ്. അപ്പൊ ഇവിടെ വലത്ത് സൈഡ് ഒരു സ്റ്റെപ്പ് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ആ യൂണിയൻ ഓഫീസ്, ഇത് CIT യൂണിയൻ ഓഫീസാണ്. അവിടുന്ന് ഇതിലെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് നേരെ കനാലിലോട്ട് വരാം. ആ പാറയൊന്നും പൊത്തിപ്പിടിച്ച് കയറണ്ട. അപ്പം നിങ്ങൾ വരുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ആ യൂണിയൻ ഓഫീസിന്റെ CIT യൂണിയന്റെ ഓഫീസിന്റെ അതിലേക്ക് കയറി മുകളിലോട്ട് വന്നാൽ മതി. ഇവിടെ ഈ കേബിളൊക്കെ ഇതിലിങ്ങനെ താഴ്ന്നു കിടപ്പുണ്ട്. ഇലക്ട്രിക് ലൈൻ തൊട്ടടുത്തുണ്ട്, അതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വലിയ ലൈൻ, കറണ്ട് പാസ് ചെയ്യുന്ന ലൈൻ ഉണ്ട്. ഞാൻ പറഞ്ഞ യൂണിയൻ ഓഫീസാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ, വട്ടത്തിൽ കാണുന്നത്. അതിലെ കയറി വന്നാൽ മതിയേ. ഇവിടെ നിന്നിട്ടുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ഫീലിങ്സ് വളരെ മനോഹരമാണ്. കാരണം നമ്മൾ ഈ പാലത്തിന്റെ മേളിൽ കയറിയിട്ട് ഈ കൈവരി കണ്ടില്ലേ? ഈ കൈവരിക്ക് നമ്മുടെ കാൽമുട്ടിന്റെ അത്രയും ഹൈറ്റേ ഉള്ളൂ. അപ്പൊ ശരിക്കും അവിടെ ഒരു കൈവരി ഉള്ള ഫീലിംഗ് നമുക്ക് കിട്ടുകയല്ല. നമ്മളൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, ഒരു പിടിച്ചു നിൽക്കാൻ ഒരു സ്ഥലമില്ലാതെ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളവർ ഇതിന്റെ മുകളിൽ കയറരുത്. ഇയർ ബാലൻസിന്റെ പ്രശ്നമില്ലാത്ത എനിക്ക് പോലും ചെറിയ തലകറക്കം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കമ്പിയെ പിടിക്കുക, അവിടെ ഇരിക്കുക കേട്ടാ. നേരെ താഴോട്ട് വീണാൽ ഏതെങ്കിലും വണ്ടിയുടെ മുകളിലോ ഏതെങ്കിലും വണ്ടിക്ക് അടിയിലോ ആയിരിക്കും. നമ്മളവിടെ നിൽക്കുമ്പോഴേ
ഈ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാര് നമ്മളെ നോക്കുന്ന എന്തോ ഒരു അത്ഭുത വസ്തുവിനെ നോക്കുന്ന പോലെയാണ്. കാര്യം ഇതിന്റെ മുകളിൽ ഒരാള് നിൽക്കുന്നു, ഒരു ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കാണുന്നത് പോലെയൊക്കെയുള്ള ഒരു നോട്ടമാണ്. ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് നമ്മൾ കാണുമ്പോഴും നമുക്കൊരു വ്യത്യസ്തമായ ഫീലിംഗ് ആണ്. ഈ മോളിൽ നിന്നിട്ടുള്ള വ്യൂ അല്ലേ, അതൊരു അത്ര പൊട്ടല്ല, എന്നാലും ഒരു ചെറിയ സംഭവം പോലെ ഒരു സാധനം ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ അതെ, ഇവിടെ എത്തിക്കഴിയുമ്പോഴുള്ള പ്രശ്നം, ഇവിടെ ഭയങ്കര കൂടിയ കറണ്ട് പാസ് ചെയ്യുന്ന ലൈൻ കമ്പിയുണ്ട്. അതിന്റെ അടിയിൽ നമ്മൾ എത്തുമ്പോഴേ ഒരുപാട് വണ്ടുകൾ മൂളുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അപ്പൊ ഈ തുലാമാസത്തിലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക ബുദ്ധി. ഇടിമിന്നലൊക്കെ കണ്ട പെട്ടെന്ന് നമുക്കിട്ട് പണി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്നു കഴിഞ്ഞാല്, അങ്ങേറ്റത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഹൈവേയുടെ മറുപുറത്താണ് ഈ പാലം അവസാനിക്കുക. അങ്ങ് വരെ നമ്മൾ പോയില്ല, ഈ ഒരു കനാലിൽ പിടിച്ച് അങ്ങ് വരെ ഒന്നും നമ്മൾ പോയില്ല. നമ്മുടെ ആഗ്രഹം എന്തായാലും ഇതിന്റെ അകത്ത് എന്നറിയണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇതിലിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ലോക്ക് ചെയ്തേക്കാണ്. നേരത്തെ പോയ ചേട്ടൻ ഈ ഗേറ്റ് ചാടി കടന്നിട്ടാണ് അപ്പുറത്തോട്ട് പോയത്. അപ്പൊ നമുക്കോട്ട് അപ്പുറത്തോട്ട് പോകണം എന്നുള്ള പ്ലാനൊന്നും ഇല്ല. അതിന്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് നോക്കണ്ട. ഈ പാലത്തിന്റെ മുകളിൽ എന്താ സെറ്റപ്പ് എങ്ങനെയാ എന്നൊക്കെ അറിയണം. അങ്ങനത്തെ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടുന്ന് തിരിച്ചു വരികയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ ഇതിന്റെ അകത്ത് കുപ്പി പൊട്ടിച്ചത് കിടപ്പുണ്ട്. അതുപോലെ ഈ വെള്ളവാടി ടീമിന്റെ കുപ്പികൾ കാര്യങ്ങളൊക്കെ നമ്മൾ കയറി വരുന്ന ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം വൃത്തിയാണ്. ആൾക്കാരൊക്കെ മിക്കപ്പോഴും ഇടയ്ക്കൊക്കെ ഇവിടെ കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാർക്കൊക്കെ വന്ന് കയറാം. ഇതുവരെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇനി ആൾക്കാർ കൂടി എന്തെങ്കിലുമൊക്കെ പുലിവാല അപകടങ്ങൾ ഉണ്ടാക്കിയിട്ട് നിയന്ത്രണങ്ങൾ വെച്ചെങ്കിലേ ഉള്ളൂ. കനാലി വെള്ളമുള്ള സമയത്താണ് ഇതിന് മുകളിൽ കയറുന്നതെങ്കിൽ കുറച്ചധികം ശ്രദ്ധ വേണം. നേരത്തെ പറഞ്ഞതാണ്, ആ കാണുന്നതാണ് യൂണിയൻ ഓഫീസ്. അതിന്റെ സൈഡിൽ ഒരു നടവഴിയുണ്ട്. അതിലെ കയറിയ സ്റ്റെപ്പിലോട്ട് എത്തും. അത് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്ത് തരണേ.